ബിനു നമ്മുടെ ആ വികസനത്തിൻ്റെ ഒരു ബുക്ക് എടുത്ത് ഇവിടെ കൊടുക്കണം. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആർഭാടമില്ല, ഗ്രൂപ്പിസം ഒന്നും കോൺഗ്രസിനില്ല. അല്ല, ഞാനിവിടെ എല്ലാവരുടെയും ആളാണ്. ഇവിടെ ജാതിയും മതമൊന്നുമില്ല. ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ മനസ്സിലുണ്ട്. ബിനു നമ്മുടെ ആ വികസനത്തിൻ്റെ ഒരു ബുക്ക് എടുത്ത് ഇവിടെ കൊടുക്കണം. 72 പേജിലാണ് ഞാനിവിടെ ചെയ്ത വികസന കാര്യങ്ങൾ അച്ചടിച്ച് കൊടുത്തിരിക്കുന്നത്. ആ ബുക്ക് വായിച്ചിട്ട് അതിനേക്കാൾ കൂടുതലായിട്ട് എവിടെ വികസനം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പറയണം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നിങ്ങളിത് വായിച്ചു നോക്കിയിട്ട് 72 പേജിലാണ് വികസനം അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ കൂടുതൽ എന്തായിരുന്നു വികസനം ചെയ്യാനുള്ളതെന്ന് എന്നെ അറിയിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. ഞങ്ങളൊക്കെ സാധാരണ താഴെ തട്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങളെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എല്ലാവരും ഒരുമിച്ച് പോകുന്ന സംവിധാനമാണ്. ഇപ്പം ഗ്രൂപ്പിസം ഒന്നും കോൺഗ്രസിലില്ല. അതൊക്കെ പഴയ കഥയാണ്. ഇപ്പം ജനങ്ങൾ ഇവിടെ ഈ ഭരണകൂടത്തിനെതിരെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു. അവരോടൊപ്പം നിന്ന് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ വന്നപ്പോൾ കണ്ടല്ലോ. എവിടെ ചെന്നാലും എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദൃശ്യനായി ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. കാരണം ജനങ്ങൾ കമ്പയർ ചെയ്യല്ലേ. 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ഓഫീസും വീടും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ. അവിടെയാണ് 7.5 കൊല്ലത്തിനിടയ്ക്ക് ഒരു വെള്ളക്കടലാസിലൊരു അപേക്ഷ ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ മേടിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം വരുന്ന മീറ്റിങ്ങിൽ 30 മീറ്റർ അങ്ങടെ വേലി കെട്ടിയിരിക്കുക, പാവപ്പെട്ടവനെ അടുപ്പിക്കാതിരിക്കാൻ. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രി ഞങ്ങളുടെ ആളുകൾ കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ മനസ്സിലുണ്ട്. അല്ല, ഞാനിവിടെ എല്ലാവരുടെയും ആളാണ്. ഇവിടെ ജാതിയും മതമൊന്നുമില്ല. ഞങ്ങളിവിടുത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒന്ന് ശബരിമല തീർത്ഥാടനമാണ്. ഞങ്ങളിവിടെ ഈ പത്തനംതിട്ട എന്ന് പറയുന്ന മതേതരത്വത്തിൻ്റെ മണ്ണാണ്. ഇവിടെ എല്ലാ തീർത്ഥാടനവും, ശബരിമല തീർത്ഥാടനം, പരിമല തീർത്ഥാടനം, മഞ്ഞനിക്കര തീർത്ഥാടനം, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, കുളത്തൂർമൊഴി കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ, ഇങ്ങനെ എല്ലാ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാവരുടെയും ഈ കൺവെൻഷനിൽ ഈ കാര്യം ചെയ്യുന്ന മറ്റുള്ളവരെല്ലാം സഹകരിക്കുക. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഇതിൽ സഹകരിക്കുക. അതാണ് ഈ മണ്ണിൻ്റെ പ്രത്യേകത. അറിയാതെ ഇവിടെ രാഷ്ട്രീയം കലർത്തി ഇവിടുത്തെ വിശ്വാസങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആർഭാടമില്ല. കോടാനുകോടി ഉറുപ്പികയുടെ ആർഭാടമാണ് ഇവിടെ 2 സ്ഥാനാർത്ഥികൾ ഇവിടെ നടത്തുന്നത്. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗം ചെയ്യുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. കുടുംബശ്രീ സർക്കാർ പദ്ധതിയാണ്. ഹരിതസേന സർക്കാർ പദ്ധതിയാണ്. ഇവിടെ KDISC എന്ന് പറയുന്നത് ഗവൺമെൻറ് ജീവനക്കാരെ. ഇവരെല്ലാം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുക. തൊഴിലുറപ്പിനും കുടുംബശ്രീയിലും ഉള്ള ആളുകളോട് തോമസ് ഐസക്കിൻ്റെ പ്രചരണത്തിന് എന്നില്ലെങ്കിൽ നിങ്ങളെ നാളെ ജോലിക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരുടെ സമ്മേളനം ഔദ്യോഗികമായി വിളിച്ചിട്ട് മന്ത്രി ഉൾപ്പെടെയുള്ള സമ്മേളനത്തിൽ സ്ഥാനാർത്ഥി പ്രസംഗിക്കുകയാണ്. ഞങ്ങളിതൊക്കെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അട്ടിമറിച്ച് ഇവിടുത്തെ ഇതൊരു വെള്ളരിങ്ങ പട്ടണമാണെന്നുള്ള രീതിയിൽ പോകുന്ന പ്രചരണമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നടത്തുന്ന സർക്കാർ സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവർക്ക് പാർട്ടി സംവിധാനമില്ലേ? പാർട്ടി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തരുത്.